നിയോഗം. ദൈവമേ, താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞതാണെങ്കിലും ആ പെൺകുട്ടി എന്ത് വിചാരിച്ചു കാണും? എന്തൊക്കെയാണെങ്കിലും മനസ്സിനെ മാത്രം പിടിച്ചു നിർത്താൻ കഴിയില്ല. പക്ഷേ തന്റെ ഉള്ളിന്റെ ഉള്ളിനോട് ചോദിച്ചാൽ അവൻ പറയും, എടാ ഹരി, നീ അവളെ തന്നെ കെട്ടണോന്ന്. അവൾക്ക് കൂടി അത് തോന്നണം. അഥവാ അവൾ തന്നോട് ഇറങ്ങി വരാന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടുകാരെ എതിർത്ത് നാടറിഞ്ഞൊരു കല്യാണം നടത്താൻ സാധിക്കുമെന്നൊന്നും തോന്നില്ല. ഓ, എല്ലാം കൂടി ഓർത്തപ്പോൾ തല പെരുക്കുന്നതായി അവന് തോന്നി. നാളെ വരെ സമയമുണ്ട്. അവൾ യേസു പറഞ്ഞാൽ ബാക്കി കാര്യം അപ്പോ. ഹരിയേട്ടൻ വിളിച്ചാൽ ഇറങ്ങി വരാമോന്ന് തന്നോട് ചോദിച്ചത്. സാന്ദ്രയ്ക്ക് കേട്ടത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. എന്റെ ദേവി, താൻ എന്താ പറയേണ്ടത്? നാളെ മുഴുവൻ ആലോചിച്ചാലും അതിനുള്ള ഉത്തരം തനിക്ക് കിട്ടില്ല. ഒരേയൊരു തവണ കണ്ട ഒരാളെ എങ്ങനെ വിശ്വസിക്കും? ഈ ലോകത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഓരോ ദിവസവും പത്രത്തിലും ടിവിയിലും കാണുന്നതാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് അമ്മ ഓരോ ദിവസവും പറയും. അങ്ങനെയുള്ള താൻ എങ്ങനെ ഒരേയൊരു തവണ മാത്രം കണ്ട ഹരിയേട്ടനെ വിശ്വസിക്കും? ഒരുപക്ഷെ തന്നെ ആത്മാർത്ഥമായിട്ടാണ് വിളിച്ചതെങ്കിലോ, തന്നെ പൊന്നുപോലെ നോക്കുമെങ്കിലോ? പക്ഷെ എങ്ങനെ എങ്ങനെ വിശ്വസിക്കും? ഏട്ടന്റെ കൂടെ രണ്ടും കൽപ്പിച്ചിറങ്ങിച്ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ? പിന്നെ എങ്ങോട്ട് പോകും? അഥവാ വീട്ടിൽ സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് തന്നോട് പക കാണില്ലേ? അദ്ദേഹത്തിന്റെ അമ്മ പല തവണ സരസമ്മ ചേച്ചിയെ വിളിച്ചു എന്നല്ലേ ശ്യാം പറഞ്ഞത്? എല്ലാം കൂടി ഓർത്തപ്പോ സാന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. 100,000 ചിന്തകൾ അവളുടെ മനസ്സിനെ ചോദ്യം ചെയ്തു. ഒന്നിനും അവൾക്ക് ഉത്തരം കിട്ടിയില്ല. താൻ ഏത് നശിച്ച സമയത്താണ് ശ്യാമിനോട് ഫോൺ നമ്പർ മേടിച്ചതെന്ന് അവൾ ഓർത്തു. സാന്ദ്ര, നീ ശ്യാം തന്ന നമ്പർ ഹരിയുടേതാകണമെന്നല്ലേ എന്നോട് അന്ന് മുഴുവൻ പ്രാർത്ഥിച്ചത്? മേലെടുത്തുകാവിലെ ദേവിയമ്മ തന്നോട് ചോദിക്കുന്നതായി അവൾക്ക് തോന്നി. എന്റെ ദേവി, എനിക്ക് വിധിച്ചതാണെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് തരണേ. പക്ഷെ എന്റെ അച്ഛനെയും അമ്മയും വെറുപ്പിച്ചുകൊണ്ട് അവരുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജീവിതം ഈ സാന്ദ്രയ്ക്കിനി വേണ്ട. അവൾ വിങ്ങിക്കരയുകയാണ്. സോറി ഹരിയേട്ട എന്നൊരു മെസ്സേജ് അവൾ ഹരിയുടെ ഫോണിലേക്ക് അയച്ചു. ആളിപ്പോ കാണാൻ വഴിയില്ല. കാരണം സമയം വെളുപ്പിന് 1 മണിയായി എന്ന് അവൾ കണ്ടു. ഓക്കെ എന്നുള്ള ഹരിയുടെ അപ്പോൾ തന്നെയുള്ള മറുപടിയിൽ അവൾ അന്താളിച്ചു പോയി. ഏട്ടൻ ഉറങ്ങിയില്ലേ? അവൾ ഒരു മെസ്സേജ് കൂടി അയച്ചു. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് അവന്റെ റിപ്ലൈയിൽ അവൾക്ക് മനസ്സിലായി അവൻ പിണങ്ങിയെന്ന്. ആ, എന്തായാലും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അധ്യായം തുറക്കാതിരിക്കട്ടെ എന്നോർത്ത് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിറ്റേ ദിവസം രാവിലെ അച്ഛനും അമ്മയും കൂടി പുറത്തു പോയിരിക്കുകയാണ്. കുറച്ച് പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ വാങ്ങുവാനാണെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോഴേ അമ്മയുടെ സഹോദരന്റെ വീട്ടിലും ഒന്ന് കയറണമെന്ന് പറഞ്ഞിട്ടാ പോയത്. സാന്ദ്ര പതിയെ ഓരോ ജോലികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവളുടെ ഫോൺ ശബ്ദിച്ചു. അമ്മയാണ് വിളിക്കുന്നത്. അവൾ ഫോൺ എടുത്തു. നീ എന്ത് ചെയ്യോ മോളെ? അവർ ചോദിച്ചു. പയർ മെഴുക്കുരട്ടി വെക്കുമായിരുന്നമ്മേ. എന്താ? നമുക്കാണെങ്കിൽ ഒരു അയൽവീട് പോലും അടുത്തില്ല. അമ്മ ആരോടോ പറയുന്നവൾ കേട്ടു. നീ കഥ കടിച്ചിട്ടുണ്ട് കേട്ടോ. കള്ളന്മാർ ഭയങ്കര ശല്യാണ്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോ ഒരു ചേച്ചി പറഞ്ഞു, നിന്നോട് കൂടി വരാൻ ഞാൻ പറഞ്ഞതല്ലേ. അവരവളെ ശാസിച്ചു. അമ്മ പേടിക്കണ്ട, ഞാൻ അടച്ചിട്ടോളാം എന്ന മറുപടി അവൾ അമ്മയ്ക്ക് നൽകി ഫോൺ കട്ടാക്കി. ശ്യാമിന്റെ കോൾ വരുന്നുണ്ടായിരുന്നപ്പോ. എന്താടാ വിളിച്ചത്? അവൾ തിരിച്ചു വിളിച്ചു. ഒന്നുമില്ല ചേച്ചി. അവിടുത്തെ അമ്മയെ വിളിച്ചായിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല. അല്ല, വിളിച്ചു. പെട്ടെന്ന് അവൾ പറഞ്ഞു. ചേച്ചി, അംബിക ചേച്ചി അവിടെയുണ്ടോ? അമ്മ ചോദിച്ചതാ. ഇല്ലടാ, പുറത്തു പോയതാ. വരാൻ വൈകും. സരസമ്മ ചേച്ചിയോടൊന്ന് പറഞ്ഞേക്ക്. ഓക്കെ ചേച്ചി. അവൻ ഫോൺ കട്ട് ചെയ്തു. അവൾ പതിയെ വാട്സപ്പിൽ കയറിയപ്പോ ഹരി തന്നെ ബ്ലോക്ക് ചെയ്തത് അവൾ കണ്ടു. ആരും വീട്ടിലില്ല. അവൾക്കൊന്ന് പൊട്ടിക്കരണമെന്ന് തോന്നി. എന്തിനെന്നെ പരീക്ഷിക്കുന്നത്? എന്തിനാ ഹരിയേട്ടനെ എന്റെ അടുത്ത് കൊണ്ടുവന്നത്? എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നീ തന്നെ തട്ടിയെടുത്തില്ലേ? എനിക്കിനി ഒരു ജീവിതം വേണ്ട. അവൾ പൂജാമുറിയിൽ കയറി കരയുകയാണ്. പെട്ടെന്ന് അവളുടെ മുറിയുടെ വാതിലിൽ എന്തോ ശബ്ദം കേട്ടു. ദൈവമേ, അമ്മ വാതിലടിച്ചിടാൻ പറഞ്ഞതാ. അവൾ വേഗം പോയി വാതിലടിച്ചിട്ടു. പതിയെ തന്റെ മുറിയിലേക്ക് പോയി. എവിടെ നിന്നോ ഒരു നല്ല പരിമളം അവിടെ നാസികയിൽ വന്ന് തട്ടി. ഹരിയേട്ടന് ആദ്യമായി ചായ കൊണ്ടുപോയി കൊടുത്തപ്പോഴും ഈ സുഗന്ധമായിരുന്നു. അവൾ മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുകയാണ്. പെട്ടെന്ന് 2 കരങ്ങൾ
അവിടെ അടിവയറ്റിൽ വന്ന് ചുറ്റിപ്പിടിച്ചു. അമ്മയെന്ന് അവൾ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ ആ കരങ്ങളിലൊരെണ്ണം പതിയെ അവിടെ അധരങ്ങളിൽ വന്ന് അമർത്തിപ്പിടിച്ചു. അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. തനിക്ക് ശ്വാസം മുട്ടും പോലെ അവൾക്ക് തോന്നി. പിറകെ നിൽക്കുന്ന ആളെ കാണാനും പറ്റുന്നില്ല. അവൾ മറ്റൊന്നും നോക്കിയില്ല. ആ കൈകളിൽ ഒറ്റ കടിവെച്ചു കൊടുത്തു. എന്റെ അമ്മേ! വേദന കൊണ്ടവൻ കൈ പിൻവലിച്ചു. സാന്ദ്ര തിരിഞ്ഞു നോക്കിയപ്പോൾ കൈയിൽ ഊതിക്കൊണ്ട് നിൽക്കുന്ന ഹരിയെയാണ് അവൾ കണ്ടത്. നീ വടേക്ഷിയാണോ? അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. ഈശ്വര, ഇതാരാണ് മുമ്പിൽ നിൽക്കുന്നത്? അവൾക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി. ഹരി പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. ആ കണ്ണുകളെ നേരിടാനാവാതെ സാന്ദ്ര മുഖം കുനിച്ചു. അവളുടെ താടി അവൻ മെല്ലെ പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകളെ പതിയെ ചുംബിച്ചു. സാന്ദ്ര ഇപ്പോ ഹരിയുടെ കരവലയത്തിലാണ്. പെട്ടെന്ന് അവൾ പിന്നോട്ട് കുതറി മാറി. എന്തൊക്കെയാ നടന്നത്? എന്തിനെവിടെ വന്നത്? അവൾ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. എന്റെ പെണ്ണിനെ കാണാൻ. എന്താ മനസ്സിലായില്ലേ? അവൻ തിരിച്ച് അവളെ നോക്കി. സാന്ദ്രക്കുട്ടി, നീ ഇല്ലാതെ ഈ ഹരിക്കൊരു ജീവിതമില്ല. നിന്റെ കഴുത്തിൽ ഏതെങ്കിലും ഒരാൾ താലി ചാർത്തിയാൽ അത് ഈ ഹരിയായിരിക്കും. നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഹരിയുടെ കുഞ്ഞിനെ ആയിരിക്കും. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ സ്വന്തമായി ഒരു ജോലി നേടിയിട്ടേ നിന്റെ വീട്ടിൽ ഇനി വരത്തുള്ളൂ. അതുവരെ നീ കാത്തിരിക്കണം. അവൻ ഒന്നുകൂടി അവൾക്കൊരു മുത്തം കൊടുത്തിട്ട് പുറത്തേക്ക് പോകാനേ വന്നു. നിന്റെ മറുപടി ഞാൻ ചോദിക്കഴിഞ്ഞത് നീ പൂജാമുറി വെച്ച് പറയുന്നത് കേട്ടു. അതുകൊണ്ടാ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. എന്തൊക്കെയാ നടന്നത്? സാന്ദ്ര വീണ്ടും ഓടി പൂജാമുറിയിലേക്ക്. ഉച്ച കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും വന്നു. നീ ഇതുവരെ കുളിച്ചില്ലേ സാന്ദ്ര? അമ്മ അവളെ വഴക്ക് പറഞ്ഞു. അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതാ പരിപ്പോടാ എന്ന് പറഞ്ഞ അച്ഛൻ ഒരു പൊതി കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. അവളുടെ ഫേവറേറ്റ് ആണിത്. എപ്പോ പുറത്തു പോയാലും അച്ഛനതില്ലാതെ വരില്ല. എന്നും ആവശ്യത്തോടെ മേടിക്കുന്ന അവൾക്ക് ഇന്ന് മടിയായിരുന്നു. നീ ഏത് ലോകത്താ? അമ്മ ചോദിച്ചു. അമ്മയ്ക്കെന്താ, എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? അവൾ അവരോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി. ഹരിയെ നെറ്റി നോക്കിയപ്പോ അവളെ ഇപ്പോഴും ബ്ലോക്ക് ചെയ്തു. ഈ സമയം ചന്ദ്രോത്ത് വീട്ടിൽ രുക്മിണിയമ്മ മകനുമായി കൊമ്പ് കോർക്കുകയാണ്. ഹരി, ആ പെൺകുട്ടിക്ക് എന്താടാ കുഴപ്പം? നീ എന്താ പെട്ടെന്നിങ്ങനെ മാറ്റി പറയുന്നേ? ഇനി അവരോട് എന്തു പറയോ ആവും? രുക്മിണി മകനോട് ദേഷ്യപ്പെട്ടു. അമ്മ വീടുണ്ട്, വസ്തുവുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായി ഒരു ജോലി വേണം. സ്വന്തം കാര്യം നിന്നിട്ട് വേണം വിവാഹമൊക്കെ ചിന്തിക്കാൻ. ആ പെണ്ണിന്റെ ആങ്ങള പറഞ്ഞതുപോലെ ജോലിയും കൂലിയും ഒക്കെ വേണം. ഇല്ലെങ്കിൽ ശരിയാവില്ല. ഹരി അമ്മയെ നോക്കി പറഞ്ഞു. എന്താ ഇപ്പൊ പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്? രുക്മിണി മകന്റെ അടുത്തേക്ക് വന്നു. അമ്മ, എന്റെ കൂട്ടുകാരൻ മിഥുനില്ലേ? അവന് കോയമ്പത്തൂർ ഒരു കമ്പനി വർക്ക് ചെയ്യുക. അവിടെ അക്കൗണ്ടന്റിന്റെ ഒഴിവുണ്ടെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോവാം. ഇന്റർവ്യൂ പാസ്സായാൽ ഞാൻ ആ ജോലിക്ക് കയറും. അവൻ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ പറഞ്ഞു. അമ്മയും അച്ഛനും ഒരുപാട് എതിർത്തെങ്കിലും ഹരി കോയമ്പത്തൂർ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. തുടരും. അടുത്ത ഭാഗത്തോടെ ഈ സ്റ്റോറി അവസാനിക്കും. എല്ലാ പിന്തുണയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സ്നേഹത്തോടെ മിത്ര.